A day without prayer is a day without blessing, and a life without prayer, life without power. Prayer is the higher communication with our Lord. Let's seek the blessings of Almighty God to mark this event successful. We invite our beautiful students with a blessing prayer song. For welcome speech. Leaders are made, they are not born. They are made by hard effort, which is the price each of us must pay to achieve any goal. That is good one. Our headmistress, Sister Ansa FCC, an effective visionary, efficient in everything, excellent leader, best artist, good singer, and good listener too. She is a precious pearl of singers. I invite Sister Ansa FCC to deliver welcome speech. ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, നിങ്ങൾക്ക്
എൻ്റെ നമസ്കാരം. പഴമ കൊണ്ട് 112 വർഷം പിന്നിടുന്ന സെയിന്റ് ആൻസ് മുത്തശ്ശി 2024-25 അവളുടെ തിളക്കത്തിന് പ്രൗഢിക്ക് അല്പം പോലും മങ്ങലേൽക്കാതെ പഠന മികവ് കൊണ്ട് കലാകായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേഖലയിലെ വൻ വിജയങ്ങൾ കൊണ്ട് ബാൻഡ്, NCC, ഗൈഡിംഗ്, റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ ട്രൂപ്പുകൾ കൊണ്ട് സ്കേറ്റിംഗ്, വയലിൻ, ഗിറ്റാർ, കരാട്ടെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിശീലനങ്ങൾ കൊണ്ട് സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ ഇന്നും വർണ്ണപ്പകിട്ടാർന്ന മഴവില്ലുകൾ വിരിയിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, 211 കുട്ടികൾ 2024-25 വർഷത്തിൽ SSLC എക്സാം എഴുതുമ്പോൾ 150ഓളം കുട്ടികൾക്ക് ഈ വർഷം ഇത്തരത്തിലുള്ള പരിശീലനത്തിലൂടെ ഗ്രേസ് മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞു എന്ന കാര്യവും സസന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ കലാവിരുന്നുകൾ ആസ്വദിക്കുവാൻ, ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുവാൻ മാറ്റിവച്ചിരിക്കുന്ന ഈ വേളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന മഹനീയ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ LC പാത്തോട്ടമാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലും സ്കൂൾ മാനേജറുമായ സിസ്റ്റർ LCയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെയിന്റ് ആൻസ് സ്കൂളിലെ കൊച്ചു കുരുന്നുകളുടെ കലാവിരുന്നുകൾക്ക് തിരിതെളിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ചിരിയുടെ മാനപ്പടക്കം വാരി വിതറുന്ന മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി എന്ന പ്രോഗ്രാമിലെ മിന്നൽ താരം കുമാരി സോന മോഹനാണ്. ഷൂട്ടിങ്ങിലുള്ള തിരക്കുകളിലും ഇന്നിവിടെ എത്തി സാന്നിധ്യം നൽകുവാൻ മനസ്സ് കാണിച്ച കുമാരി സോന മോഹനന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്കൂളിലെ ഏതൊരു പ്രവർത്തനത്തിലും, ഏതൊരു ആവശ്യങ്ങളിലും, എവിടെ ഏത് ചലനമുണ്ടായാലും ഓടിയെത്തുന്ന നമ്മുടെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷി നമ്മുടെ PTA പ്രസിഡന്റ്, ഈ സ്കൂളിന്റെ ഒരു ഭാഗമായി തന്നെ നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് റോയ് കപ്പാങ്കൽ സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ മഹനീയ കർമ്മത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയും പ്രിന്റഡ് മാഗസിനും പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രിയങ്കരിയായ റെവറൻഡ് സിസ്റ്റർ ഷാർലി FCC ആണ്. ഈ വർഷം നമ്മുടെ ഈ സ്കൂളിലെ സേവന രംഗത്ത് നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ഇന്നത്തെ ഈ പ്രകാശന കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ സിസ്റ്ററിനെ ഏറ്റവും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങുകൾ നമ്മൾ പ്രത്യേകം മാറ്റിവെക്കുക. ഈ 1329 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ ഏറ്റവും കുരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ്. 400ഓളം വരുന്ന കുരുന്നുകൾ വിദ്യ അഭ്യസിക്കുന്ന സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിൽ അവർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന 9ഓളം അധ്യാപകർ, LP വിഭാഗത്തിലെ സിസ്റ്റർ റാണി തെരേസിന്റെ നേതൃത്വത്തിലുള്ള 9 അധ്യാപകരെയും അതോടൊപ്പം ആ കുരുന്നു വിദ്യാർത്ഥികളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്കൂളിലെ മറ്റധ്യാപകർ, അനധ്യാപകർ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന് മോടി പിടിപ്പിക്കുവാൻ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാവിരുന്നുകൾ കണ്ട് ആസ്വദിക്കുവാൻ, ചൂടിന്റെ ആധിക്യങ്ങളെല്ലാം പുനർഗണിച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ വളരെ സഹിഷ്ണുതയോടുകൂടി മനോഹരമായ കാഴ്ചകൾ കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ നിറഞ്ഞ കൈയടികളോടുകൂടി നമുക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. നന്ദി അച്ഛാമ്മേ. താൻ എവിടെയാണ് സാഫല്യമാക്കുന്നത് അവിടെ വിജയം
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും, പ്രിയ മാതാപിതാക്കളെ, നാം എല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഈ ദിവസം ഇവിടെ ആയിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ LP കുഞ്ഞുങ്ങളുടെ വാർഷിക ആഘോഷം മഹോത്സവം നടക്കുകയാണ്. നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം ഈ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം അതിൻ്റെ നിർണായകമായ പങ്ക് വഹിക്കുന്ന കാലമാണ് ഈ പ്രൈമറി വിദ്യാഭ്യാസ കാലം. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള വാർഷിക ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ബൗദ്ധികവും കലാപരവുമായ കഴിവുകൾ പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും ഒരു നല്ല വേദിയാണ്. HMനോട് ചേർന്ന് അധ്യാപകരും കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മൂല്യബോധമുള്ള ഒരു ശിക്ഷണം നമുക്ക് നൽകാനായിട്ട് സാധിക്കും.
മനോരമ എന്ന ചാനലിലെ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി ആ ഒരു പ്രോഗ്രാമിലെ ഒരു പെർഫോമറാണ്. എൻ്റെ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമുണ്ടോ? അപ്പം അതിന് എനിക്ക് ഇതിനെ സെൻറ് ആൻഡ്രൂസ് ഗേൾസ് ഹൈസ്കൂളിൽ പിന്നെ വരാൻ സാധിച്ചതിലും എന്നിവിടെ ക്ഷണിച്ചതിലും എല്ലാത്തിനും ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട് വരാത്തിലേക്ക്. നിങ്ങൾ ആ ഫോണിലുള്ള കുട്ടികൾ നിശബ്ദരായിട്ടിരിക്കണം. മുഴുവൻ കുട്ടികളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നിശബ്ദരായിട്ടിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സീറ്റ് കണ്ടിട്ടുള്ളത് എത്ര പേരുണ്ട്? ബമ്പച്ചിരി കാണുന്നത് എത്ര പേരുണ്ട്? നിന്റെ കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചതാ. എന്ത് നിന്റെ സമയം നിന്റെ അച്ഛൻ ഏതൊരു പഠിച്ചു നടത്തിയത്? BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ. എടി നിന്റെ അച്ഛനെ പഠിപ്പിച്ച ലാഭമാഷ എന്റെ ബന്ധുവാ. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ അച്ഛന്റെ പുറകുവശം പരിശോധിക്കാൻ പാടും. പ്രമാണിനെ ഒരു കാര്യക്കുഴി LP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ 7 കൊല്ലം ഇരുന്ന് നെരങ്ങിയതിന്റെ പാടവിടെ ഉണ്ടെന്ന് ഇപ്പോഴും. എനിക്ക് എങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സ്കിറ്റും കുറച്ച് പാടായിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ പ്രോപ്പർട്ടി വെച്ചത് സ്കിറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നോർമലി ഡയലോഗ് പറയുന്നതല്ലോ, ഇത് വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എങ്ങനെയോ നീ കിട്ടി. ആ ടൈമിനെ അവനെ പറഞ്ഞിട്ടുള്ളത് ദൈവഭാഗ്യം. പക്ഷെ എന്തോ കത്ത് പറയുന്നതൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പം ഞാൻ ബമ്പർച്ചിരിയിലോട്ട് എത്തിയത് ഞാൻ എന്താ പറയുക, നമ്മളിപ്പം ബമ്പർച്ചിരി നമ്മൾ ടിവിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണൂലേ, ഒരാൾക്കാർ വരുമ്പോൾ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കൂലേ, അതേപോലെ ആലോചിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കുറേ ഒരു 2-3 വർഷം മുമ്പ് വരെ എനിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അത്യാഗ്രഹമാകുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലമാണത്. എങ്ങനെയോ ഭാഗ്യപ്പെട്ട് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരുണ്ടായിരുന്നു രാവിലെ. ചേട്ടൻ അവിടെ നമ്പർ വാങ്ങിച്ചത് നമ്മൾ വീട്ടിലേക്ക് സെലക്ട് ആയി. പിന്നെ അവിടെ ചെന്ന് ഡയറക്റ്റായിട്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അവിടെയും സെലക്ട് ആയിട്ടാണ് പിന്നെ സ്കിപ്പ് ചെയ്യാൻ കയറിയത്. പിന്നെ ആ സമയം തൊട്ട് ഈ വർഷം വരെയും ഞാൻ എന്നെ പറ്റുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എക്സാം ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുക, BA എക്കണോമിക്സ്. അപ്പം എന്താ പറയുക, അതുവരെ എക്സാം ഒക്കെ ഉള്ളപ്പോൾ മാത്രം പോകാനും ബാക്കി എല്ലാ ടൈമിലും ഞാൻ അവിടെ പോകാറുണ്ട്. ഇപ്പം നിങ്ങൾ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ല. ഇതിനിടയ്ക്ക് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരാം. എല്ലാവരുടെ ജീവിതത്തിൽ നമുക്കറിയാൻ പറ്റില്ലേ, നമ്മളൊരു എന്താ പറയുക വിജയത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പോകണമെങ്കിൽ നമുക്കൊരു പിൻവിളി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ കല്ലെടുത്ത് എറിഞ്ഞെന്നുള്ളതല്ല പറയുന്നത്. ഒരു നമ്മളെപ്പോഴും ആരും വിജയത്തിലോട്ട് എത്തുന്നത്, ഒരാൾ വിജയത്തിലോട്ട് എത്തുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കണ്ണുമുട്ടിന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു പിൻവിളി ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ ആ പിൻവിളിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്നൊരു തീരുമാനമുണ്ട്. അതായത് ആ വിളിച്ച സമയത്ത് അവർ വിളിച്ചത് അങ്ങോട്ട് പോകണോ എന്ന് ചിന്തിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ ആ വഴി പോകും. ആ വഴി നമ്മൾ വക വയ്ക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയത്തിലോട്ട് എത്താൻ പറ്റും. സോ ഞാൻ പറഞ്ഞു തന്നത് ആ സമയത്ത് എടുക്കുന്നത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിജയത്തിലോട്ട് എടുക്കുന്നത് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു പിള്ളേർ ഇപ്പോഴേ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പഠിച്ചോ എന്നെ ഞാൻ വിജയിച്ചോളൂ. അല്ലാതെ വലിയ ആർക്കും എന്താ പറയുക ഉപദേശം തന്നെ ഞാൻ മടുപ്പിച്ചതല്ല കേട്ടോ. മടുത്തോ നിങ്ങൾക്ക് എന്തായാലും എന്നോട് ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഡയലോഗ് കേൾക്കാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഏതാഗ്രഹം ഒന്ന് പറയാമോ? അവനെന്തോ ആഗ്രഹമുണ്ട്, പറഞ്ഞു. ഞാൻ സ്റ്റാൻഡപ്പല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അധികം കൗണ്ട് വെച്ച് മാത്രം സംസാരിച്ചിട്ടാണ് സാധാരണ. സ്കിറ്റ് പെർഫോം ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റും. പക്ഷെ സ്കിറ്റ് നമുക്ക് 2 പേരല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് സ്കിറ്റ് ഇവിടെ പറയാൻ കേട്ടോ. ഡയലോഗ് ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഡയലോഗാണ് കേൾക്കാൻ താല്പര്യമുള്ളതെന്ന് പറയാമോ? ചേച്ചി പറയാം. മറ്റേ കുട്ടനെ വാങ്ങി ചെയ്തത് സ്കിറ്റ് അറിയാമോ? അതിലൊരു ഡയലോഗ് പറയട്ടെ. കുട്ട
കുട്ടങ്ങൾക്ക് എന്തൊക്കെ കേട്ടാലോ ആ കുട്ടനോട് എന്നേക്കാവോ? നല്ല കാര്യം. നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ലേ, നമ്മൾക്ക് തിരിച്ച് അതേപോലെ നമ്മളോട് തിരിച്ച് സംസാരിക്കണം. എന്നാലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ വേണ്ടി വരുത്തുള്ളൂ. എങ്കിൽ എൻ്റെ കുട്ടനോട് എന്നേറ്റടാ. എന്നാലും എൻ്റെ കുട്ടനെ എന്നെ കണ്ണിന് കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്നെ ചെയ്യുമ്പോൾ. പേരൊന്നും പറയാമോ? വേഗം. എൻ്റെ ചുക്കര കുട്ടനോടാണ്. അപ്പൊ ആ കുട്ടൻ്റെ ഒരു ഡയലോഗ് പറയട്ടെ. മറ്റേ അതിൽ ഫുൾ ക്രിഞ്ചാ. അതായത് നമ്മൾ കേൾക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കാതെ നമുക്ക് വരുന്ന ഒരു സാധനങ്ങളാണ്. അതെനിക്കൊന്നും പിള്ളേർക്കും എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കും കുറേ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആ ക്രിഞ്ച് ഫീൽ തന്നെ വരുന്ന ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. അതിന് മറ്റേ എന്താ പറയുക, കുട്ടാ നീ ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? പോയി നോക്ക്. അപ്പൊ ഒന്ന് തോന്നുന്നു വാഴയെ സൈഡിലൊക്കെ അത് എക്സ്ട്രാ അങ്ങേറ്റം പോകുന്ന ഒരു എക്സ്ട്രീം ലെവലാണ് ആ ഒരു ക്രിഞ്ച്. ഞങ്ങൾ കിട്ടി തന്ന സമയത്തെ എന്താ പറയാ, അത് നമ്മൾ എഴുതാനിരിക്കുമല്ലോ, എഴുതാനിരിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതായത് ആ കേട്ട് നമ്മൾ അത്രയാണ് ക്രിഞ്ച് അടിച്ചു പോയി. പിന്നെ കുറേ നേരം തിരിച്ച് തീർന്നു വേണ്ടിയിട്ടാണ് എഴുതിയിരുന്നത്. അപ്പൊ അത് പറയട്ടെ, കുട്ടാ സൈക്കിൾ ചലിക്കും, വാഴ കിഴക്കും, നീ ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയം വിളിക്കും. അതിൽ ഒരു ചിരിയാണിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചിരിത്തിരിക്കുന്നില്ലേ? സാധാരണ എൻ്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അട്ടകത്തുള്ള ചിരിയാണ്. ഒരു മരുന്ന് ആക്കിയൊക്കെ കാണുമ്പോൾ ഇതൊരു ചിരിയ. അക്കയുടെ ചിരിയെ ഞാൻ എന്താ പറയുക പുറകോട്ടാക്കിയതല്ല, ഞാൻ അങ്ങനെയാണ് പൊതുവെ ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ചിരി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അമ്മ കേട്ടെ സുമ്മനെ അതായത് ആ ചിരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ചിരിച്ച് നോക്കിയത്. അപ്പൊ എന്തോ ഒരു ക്രിഞ്ചടിക്കുന്ന ഒരു ചിരി അവിടെ വന്നുപോയി. ആ സമയത്ത് നമ്മുടെ സാറൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നല്ലേ. കാരണം ഞാൻ എൻ്റെ അതിന് മുമ്പുള്ള സ്കിറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര സൈലൻ്റായിട്ട് അങ്ങനെ വെച്ച് നടക്കുന്ന ഒരു സ്കിറ്റാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത സ്കിറ്റിൽ ആ കുട്ടൻ്റെ അവരുടെ സ്കിറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് ടെമ്പോ കാണാതിരിക്കുന്ന ഒരു സ്കിറ്റ്. അപ്പം അത് വെച്ചിട്ട് പമ്പം വെച്ചു കയറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കേട്ടു. ഇതുവരെയൊക്കെ ഞാൻ ഇവിടെ വരെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ട് മാത്രമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ആ ഒരു പ്രാർത്ഥനയൊക്കെ എനിക്കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, ഇനിയും പറയുമ്പോൾ എനിക്കിവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെ കാണാൻ സാധിച്ചതിലും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. നിങ്ങൾ അധികം ചിരിപ്പിക്കാൻ പറ്റിയില്ല എനിക്ക്. ചിരിച്ചു വന്നെങ്കിലും ഇച്ചിരി ചിരിച്ചോളൂ അല്ലേ? സോറി കേട്ടോ. ചേച്ചിക്ക് സ്റ്റാൻഡപ്പ് അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തോണ്ടാ. ഇനി ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഇനി ഇവിടെ വരുവാണെങ്കിൽ ചേച്ചി ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പഠിച്ചു വെച്ചേക്കാം. ചേച്ചി ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നതാണ്. ഒരു സ്കിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റാണ് വീട്ടിലേക്ക്. പിന്നെ രാത്രിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. നാളെ ഇനിയിപ്പോൾ അടുത്ത വേറൊരു ഷൂട്ടിനും കൂടെ പോവാം. അതിൻ്റെ കുറച്ച് തിരക്കിലായിരിക്കും. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി മാത്രം ചേച്ചി ഓടി പഠിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പൊ കണ്ടതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കുണ്ടോ? അതോ അടുത്തോ?
വിദ്യാർത്ഥിയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് 2 വാക്ക്. ജീവിതത്തിനുള്ള തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസം, ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത സ്ഥാനവും വിദ്യാഭ്യാസത്തിനുണ്ട്. സമൂഹത്തിന്റെ വളർച്ചയും വികാസവും രൂപപ്പെടുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. വിദ്യാഭ്യാസം എന്നത് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയേറിയ ഉപകരണമാണ്. ഓരോ വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനവും അവിടുത്തെ അധ്യാപകരും വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ വിദ്യാലയം വളരെ മികച്ചൊരു വിദ്യാലയമാണെന്ന് അങ്ങേയറ്റം അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. പാഠ്യേതര മേഖലകളിൽ ഞങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി ഞങ്ങളെ വളർത്തുകയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രാർത്ഥനയുടെയും ത്യാഗ മനോഭാവത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും വിത്തുകൾ ഞങ്ങളുടെ ഉള്ളിൽ പാകുവാൻ സെന്റ് ആൻസ് സ്കൂളിലെ വിദ്യാഭ്യാസം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ വളർത്തുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നുവെന്നതും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ 2ാം ക്ലാസ്സിലാണ് ആദ്യമായി മത്സരത്തിന് പോകുന്നത്. അതിന് ടീച്ചർമാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ കൂടെ മത്സരത്തിന് വന്നു. മത്സരം കഴിയുന്നത് വരെ എന്നോടൊപ്പം ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് പല മത്സരത്തിലും 1ാം സ്ഥാനം വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ തന്ന് പരീക്ഷയിട്ട് ഞങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി. എൻ്റെ ചേച്ചിയും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. DCL, മോറൽ സ്കോളർഷിപ്പ്, കരാട്ടെ, കഥാരചന, നാടോടിനൃത്തം, ഭരതനാട്യം, ഡ്രോയിങ് കോമ്പറ്റീഷൻ, ക്വിസ് അങ്ങനെ ഒരുപാട് മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ടീച്ചർമാർ വളരെ നല്ല രീതിയിൽ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിപ്പിച്ചു. മത്സരത്തിന് പോകുമ്പോൾ അൻസാമയും റസിയാമയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിൽ നിന്നും 4ാം ക്ലാസ്സിൽ പോയിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ടൂർ ഞാൻ മറക്കില്ല. ഈ വർഷത്തെ പേൾ ഓഫ് സെന്റ് ആൻസ് ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛൻ നാട്ടിലുള്ള സമയത്താണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നെ പേൾ ഓഫ് സെന്റ് ആൻസ് ആകാൻ സഹായിച്ച ദൈവത്തിനും ടീച്ചർമാർക്കും അച്ഛനും അമ്മയ്ക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി പറയാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എൻ്റെ ടീച്ചർമാർ എനിക്ക് തന്ന സ്നേഹവും പ്രോത്സാഹനവും ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ടീച്ചർമാരെയും എൻ്റെ വിദ്യാലയത്തിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സ്കൂൾ മാനേജർ സിസ്റ്റർ LC, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കുമാരി സോന മോഹനൻ, പ്രിയപ്പെട്ട ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ, വാർഷികാഘോഷം സന്തോഷമേകുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ വാർഷികാഘോഷമാകുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ മാലാഖ കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ്. മാലാഖ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? മാലാഖ കുഞ്ഞുങ്ങൾ നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളായിരുന്നു. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല കുഞ്ഞുങ്ങളായിട്ട് വ്യാപരിക്കുന്നു. ഈ ഓടിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങൾ മാലാഖ കുഞ്ഞുങ്ങളല്ലേ? ആണോ? മാലാഖ കുഞ്ഞുങ്ങൾ നേരെ ഇരുന്ന് കസേരയിൽ നിന്ന് നേരെ ഇരുന്ന് മാലാഖ കുഞ്ഞുങ്ങളാണെന്ന് നോക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങൾ മാലാഖ കുഞ്ഞുങ്ങൾ. ഒന്ന് നേരെ ഇരുന്നോ? ഓക്കെ. ഇനി മാലാഖ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നല്ല ഡിസിപ്ലിനുള്ള കുട്ടികൾ. ക്ലാസ്സിലാണെങ്കിലും മറ്റ് മീറ്റിങ്ങുകളിലാണെങ്കിലും നിശബ്ദതയോടുകൂടി ഇരിക്കുന്ന കുട്ടികളായിരിക്കും. മാലാഖ കുഞ്ഞുങ്ങൾ നിശബ്ദരായിരുന്ന് സംസാരം നിർത്തി നല്ല കുഞ്ഞുങ്ങളായി ഡിസിപ്ലിനോടുകൂടി ഇരുന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെല്ലാം മാലാക കുഞ്ഞുങ്ങളാണ്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങളെല്ലാം മാലാക കുഞ്ഞുങ്ങളാണ്. ഈ മാലാക കുഞ്ഞുങ്ങളുടെ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന കുട്ടികളാണ്. കലോത്സവത്തിലാണെങ്കിലും ശരി, മറ്റു മേഖലകളിലാണെങ്കിലും ശരി, പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. Thank you.
ഒടുക്കത്തെ കൂലിയ മൂന്ന് കല്ല് കൂട്ടി ചെമ്പ് വെച്ച് കാലമിട്ട് വെള്ളം നിറച്ച് കുടികൾ എടുത്ത് ഇടിച്ചു വെള്ളി തിരിഞ്ഞെടുത്താടിയും അതിനാ കൊച്ചമ്മായി ഈ കാശ് പോകുന്ന കായലോരത്ത് തുണികളോരി പിടിയുമ്പോ കടത്തുകാരൻ ആ ചിന്തനെ മനസ്സിനുള്ളിലെ കള്ളനായി ആനന്ദപുരത്തെ നമ്പരത്തുമരത്തിലെ മന്ദപുരാട്ടി കാവിൽ വിളക്കിനു പോന്ന പടിപ്പുറയിറങ്ങാത്ത തമ്പുരാട്ടി ആ മരക്കരയിലുകാരി ചമ്മിനി പടിപ്പുറ കേറിന കരിമുള്ളോള കണ്ണവന്റെ വിഴുപ്പും പേര് മനക്കിലേക്ക് വന്നിരിക്കുന്നു അശ്രീകരം ആകെ പകച്ചുപോ തിരിയെന്നു ചെയ്യുന്നറിയാതെ അമ്മയല്ലെങ്കിലുമെൻ പെൺമാനസം ആഗ്രഹമായി വീണ്ടും വീഴുന്നു കുഞ്ഞിനെ കൈകളിലെ കടതാഴ്ത്തി പടിപ്പുറയിറങ്ങി ആത്താക്കുമുമ്പിൽ പരിഹാസമാ വീട്ടാർക്കു ജാതീയ അപമാനമാ സ്നേഹിച്ച പുരുഷനും കൈവിട്ടുവെന്നെ കുഞ്ചു കുഞ്ഞിനെ ഗാനം ചെയ്യാം എല്ലാം വെളുപ്പാക്കും വെള്ളോത്തിയമ്മിടിക്കും ആരാന്റെ വിടുപ്പിന്റെ വഴി ജീവിതം വേലാളർ വീണാളർ ഇരട്ട ദാസിലെ നീതികൾ സത്യത്തെ വായിക്കുവാൻ നാടിലൊരിക്കൽ വളരുമി സത്യം നാടിന്റെ സത്യമായി വളരും നാടിന്റെ സത്യമായി വളരും ഇരുട്ടെല്ലാം വെളുപ്പാക്കും വെള്ളോത്തിയമ്മിടിക്കും ആരാന്റെ വിഴുപ്പിന്റെ വഴി ജീവിതം ആരാന്റെ വിഴുപ്പിന്റെ വഴി ജീവിതം
വസന്തം വർണ്ണത്തേരിടുന്ന സ്വപ്നതുല്യമായ സൗകര്യം ചാർത്തിയ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. പൂത്തുമ്പികളും പൂമ്പാറ്റകളും നിറഞ്ചാലിച്ച് ഒരു പൂക്കാലം. ഇന്ന് പ്ലാസ്റ്റിക്കിൽ പുനർജനിക്കുന്ന ആ പൂക്കൾക്ക് നിറമുണ്ട്, പക്ഷേ മണവും ജീവനും എവിടെയുണ്ട്? നമ്മുടെ കുരുന്നുകൾക്ക് സ്വപ്നത്തിൽ കാണാൻ മാത്രം വിധിക്കപ്പെട്ട ആ വസന്തം തിരിച്ചു വരും. നമ്മുടെ സ്വന്തം ഭൂമിയെ സ്വർഗതുല്യമായി ഉദ്യാനമാക്കാം. The
എങ്ങനെ ലഭിക്കാനാണ് നമ്മതിന്ന് തിരിച്ചറിയാത്ത മനുഷ്യജീവനുകൾ വേട്ടയിടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് എന്റെ ഈ തീരുമാനം. ഉയരുന്ന
ഈ പെൺതിരികൾ എന്നും കത്തിച്ചിരിക്കട്ടെ. ഈ തിരികൾ അണയാതിരിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം.